കുളിക്കുന്ന സോപ്പ് തേഞ്ഞ് പോയതുണ്ടെങ്കിൽ നമുക്കത് അതായത് നനവില്ലാണ്ട് ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയൊരു സോപ്പ് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചെറിയ സോപ്പിൻ്റെ ഒരു കാൽ ഭാഗത്തോളം മാത്രമേ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുളിച്ച് തേഞ്ഞ് പോയിട്ടുള്ള സോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിലെ ഹാൻഡ് വാഷ് തീർന്നു പോയെങ്കിൽ നമുക്ക് അതിലേക്ക് ഈ ഒരു പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള സോപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കത് ഒരു അല്പം പോലും പുറത്ത് പോകാതെ ഇടാനായിട്ട് ഇതുപോലെ ഒരു പേപ്പറിലോ എന്തിലേക്കും ഒന്ന് ആക്കിയിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സോപ്പിൻ്റെ ഒരു അംശം പോലും പുറത്തേക്ക് പോകില്ല കേട്ടോ. എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളം നമ്മൾ അതിലേക്ക് ഫുള്ളായി ഒഴിക്കേണ്ട, ഏകദേശം മുക്കാലിനും കുറച്ച് മേലെയായിട്ട് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഓരോ തവണ യൂസ് ചെയ്യുമ്പോൾ നന്നായി ഷേക്ക് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വീട്ടിലെ ഹാൻഡ് വാഷൊക്കെ തീർന്നു പോയിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഹാൻഡ് വാഷ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. സാധാരണ ഹാൻഡ് വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് സോപ്പ് പതയുന്ന രീതിയിൽ തന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മളിതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള സോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ കിച്ചണിലെ സിങ്കിൻ്റെ അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീനൊക്കെ കഴുകി കഴിഞ്ഞാലും അങ്ങനെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉള്ള സമയത്ത് കൈ കഴുകാനായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.